Amen. So we'll continue our discussion about the weapon called humility. So the past few weeks, Wednesdays, we've been talking about humility. ആയുധം അല്ലെങ്കിൽ spiritual weapon is one of the very powerful ones we should think about. We looked at why it is very important. Then we talked a little bit about the opposite of that is actually pride. And when pride comes into our lives, then following is actually anxiety. So നമ്മൾ ഹ്യൂമിലിറ്റി ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് സ്വയം ഭാവം അല്ലെങ്കിൽ അഹംഭാവം ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിൻ്റെ പിന്നാലെ ആങ്സൈറ്റി, ജീവിതത്തെക്കുറിച്ചുള്ള ആകുലത നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. ഈ ആങ്സൈറ്റിക്ക് എപ്പോഴും അതിൻ്റെ the root of anxiety is actually in pride, because we are looking for meaning and purpose, meaning and fulfillment from this life. ഈ ജീവിതത്തിൽ നമ്മൾ ഈ ജീവിതത്തിന്റെ അർത്ഥവും ഈ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമ്മൾ അന്വേഷിക്കുകയാണ്. അത് ഇവിടെ കിട്ടാൻ നോക്കിയാണ്. ബട്ട് ദാറ്റ് കൻ ബി ഓൺലി ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നു. when you're trying to achieve things apart from Christ, that's when this anxiety slowly starts coming into our lives. So when a person really trusts in the care of God, when you trust in the care of God, when you trust in the love of God, this anxiety or the anxious thoughts cannot come. So ദൈവത്തിന്റെ സ്നേഹവാനായ ദൈവത്തിന്റെ കരുതലിലും ആശ്രയിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വ്യാകുലത കടന്നു വരുവാൻ കഴിയത്തില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ആകാംക്ഷ, അമിതമായിട്ടുള്ള സ്വയചിന്തയിലും ഭാവിയെക്കുറിച്ചും വസ്തുവകളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ വിക്ടറിയെക്കുറിച്ചും പ്രോസ്പെറിറ്റിയെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ആ ചിന്തകൾ വളരെ പ്രകടമായ ഒരു അഹങ്കാരത്തിൽ വേരൂന്നിയിരിക്കുന്നു. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ പ്രൈഡ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് അബൌട്ട് അവർ ഓൺ ആങ്സൈറ്റി ഇൻ അവർ ഓൺ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ടോ, ഒരു ആകുലത അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വെൻസ്ഡേ നൈറ്റ് ബൈബിൾ സ്റ്റഡി അവസാനിപ്പിച്ചത്. തിങ്സ് ലൈക്ക്, are we really worried about what other people think about you? നിങ്ങളെക്കുറിച്ച് മറ്റാളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ നമ്മുടെ വിഷയം? Or are you worried that you will not have enough money to meet your needs in the future? എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ള ചിന്തയാണോ? അതോ do you fear that you will not obtain the one thing that you think will make you satisfied with life? So ജീവിതത്തിൽ സംതൃപ്തി തരുന്ന ആ ഒരു കാര്യം, ആ ഒരു ലെവലിൽ എനിക്ക് വരാൻ ഒക്കത്തില്ല, നേടിയെടുക്കാൻ ഒക്കത്തില്ല, അറൈവ് ചെയ്യാനൊക്കെ, I can never arrive at that position. Is that what is causing the anxiety? Or are you really worried that you're going to miss out on the next great experience in life? ജീവിതത്തിലെ അടുത്ത അനുഭവത്തിലേക്ക് പോകാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തയാണോ? Are you really concerned about failure? Is it fear of failure? Or overly concerned about your health? ആരോഗ്യത്തെക്കുറിച്ചുള്ള അനാരോഗ്യപരമായിട്ടുള്ള ചിന്തയാണോ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിന്തയാണോ? There may be a lot of things. So I just listed few things for us to think about. നമ്മൾ കണ്ടു, കർത്താവ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് in Matthew 6:25, therefore I tell you, do not be anxious about your life. So അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, എന്ത് തിന്നുവെന്നും എന്ത് കുടിക്കുമെന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും
എന്തൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വരുന്നല്ലോ. So this is why I tell you not to worry about everyday life, whether you have enough food and drink or enough clothes to wear. Isn't life more than food and your body more than clothing? So കർത്താവ് ആ വിഷയം സംബന്ധിച്ച് ഒന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് കർത്താവ് അവിടെ പറയുക. Then Matthew 6 തന്നെ നമ്മൾ കാണുന്നുണ്ട്, therefore do not be anxious, saying, what shall we eat, what shall we drink, what shall we wear? For the Gentiles seek after all these things, and your heavenly Father knows that you need them all. But seek ye first the kingdom of God and his righteousness. All the things shall be added. So ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്തിനും എന്ന് ഉടുക്കുമെന്നും നിങ്ങൾ വിചാരപ്പെടരുത്. ഇവക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. This is Matthew 6:30-34. I think we should read these portions of scripture. So what I want to begin today is by just going over some of the scripture portions that deals with anxiety. We can call them maybe antidotes to anxiety. So God wants us to simply place our trust, humble ourselves by placing our trust in our caring Heavenly Father. So സ്വർഗസ്ഥനായ കരുതുന്ന സ്നേഹവാനായ പിതാവെങ്കിൽ നമ്മളെ ഒന്ന് പരമേൽപ്പിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. So today, in the beginning, I wanted to take you over to some of the very familiar verses of scripture. വളരെ പരിചയമുള്ള ചില വേദഭാഗങ്ങളാണ് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. In the book of Philippians, okay, chapter 4, verse number 6, it tells us not to be anxious, but to pray with thanksgiving. ഇങ്ങനെ പറയുന്നുണ്ട്, do not be anxious about anything, but in everything by prayer and supplication with thanksgiving let your requests be made known to God. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. So look at that portion of scripture. All right, well, the Lord is Bible is this is the position of the Bible. Anxiety has no place. God says no anxiety. You should not be doing this. All right, then Matthew 6:33. ഇങ്ങനെ പറയുന്നു, നമ്മൾ ചിന്തിച്ച വായിക്കണം, seek ye first the kingdom of God and his righteousness. Okay, that's what the Lord says. So put God first. So ആദ്യം നമ്മൾ കണ്ടു, the antidote for anxiety is pray, give thanks. ഇവിടെ നമ്മളോട് പറയുന്നു, antidote for anxiety is actually seek God. All right, I mean put God first. Good, put God's priorities. So ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. മുന്നമേ, first of all, first priority, give it to God. So ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. ആങ്സൈറ്റിയെ അറ്റാക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. Then അടുത്ത വേറൊരു വാക്യം നമ്മൾ ഇതൊക്കെ these are some of the verses that we really looked at the other day, but today we are looking at it from another point of view. Matthew 6:34 നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന്
അന്നന്നത്തെ ദോഷം മതി. Amen. Be content with today. Okay. So Jesus tells us today has enough trouble. When we live for each day, anxiety will live. So ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്ന മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത് just live, just think about today. Just think about today. One day at a time. You know, there's even a song, one day at a time, Lord Jesus. എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടാണ്. One day at a time. അതൊരു ആർട്ടാണ് സത്യം പറഞ്ഞാൽ. Just learning to think about today. A lot of us, we think too much into the future. I mean, I'm not exempting myself. We are all in this together, all of us. We worry too much into the future. We think about next year. I'm not talking about that you should plan things. ഒരു certain level planningും ഒക്കെ നമുക്ക് ഉണ്ടാകണം എന്നും വേദോസം പറയുന്നുണ്ടെങ്കിൽ പോലും I want us to understand that when you really think too much about tomorrow, it's really going to cause us trouble. Yesterday, you know, I was having a conversation with someone yesterday, and I was telling that individual, you know, when you wake up in the morning, just thank God for our body. If that's an issue, thank God for our body. Just put your hands on your head and, Lord, I want to thank you for my head. I pray, God, that you will keep my head, you know, from any possible health risk, Lord. Thank you for the eyesight that I am having. Thank you for the ears that I can still hear. Thank you for my hands that I can really move. So go through every part that if you can, just simply thank and say, God, I need your help today. So the Lord taught the disciples, he taught them how to pray. അതിനകത്ത് ഒത്തിരി കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. അതിനെല്ലാം പറഞ്ഞ ശേഷം പിന്നെ ഈ നമ്മുടെ റിക്വസ്റ്റ് പറഞ്ഞല്ലോ, give us this day our daily bread. ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ കർത്താവേ. Give us this day our daily bread. നമ്മുടെ രാവിലത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് why don't would you think about that, not as chapati and chor or prota or whatever breakfast or lunch that you eat. You know, apart from that, adakku oru paridhi vare, up to a certain point, those material things, food, you know, it's part of the daily manna. But daily manna can be much more than that. Daily manna can be your peace for today, your tranquility for today. ഇന്നത്തേക്കുള്ള ആ സ്വസ്ഥത. Lord, I need grace for today. Lord, help me to, Lord, put up with people today. Lord, help me not to fight with any person today. Lord, just help me to manage my pain today. Just my daily bread. Okay? Now you have a choice. You can say, God, I need healing. That's okay. God can give a healing to you. You don't have to pray about this man. But on the other side, this say, God can give you grace for today. God can give you healing for this one day. God can give you daily manna. Your daily manna can be so many things. Lord, my needs today, whatever that may be, could be physical, financial, what, Lord, I need this today. This is one of the reasons the Lord wants us to trust him for every single day. Let's say you have money, plenty of money, let's say for the next 365 days, you don't have to worry. I'm just saying, I'm not talking about those people, but there are normal, ordinary people, you know, the Lord really wants us to trust him every day. നമുക്ക് ഒത്തിരി ഒന്നും തിരിച്ചു കഴിഞ്ഞാൽ then we won't pray. We don't have to pray. God, I have enough for 4 generation. If somebody says, then that person is not going to be praying tomorrow for daily bread because he thinks he's got everything. But the Lord really wants us to seek him every day. Seek him every day. So our daily dependence, moment by moment. So the Lord tells, think for today, one day at a time. Okay? We are very futuristic. As a result, what happens? Anxiety sets in. You're telling you are in control. I'm saying I'm in control. God says, I'm in control.
Just leave it to me. Just think about today. God will take care. That'll really bring down the anxiety. God says, so think for today. Be content with today. So that's one of the antidotes. Be content with today. Then we saw seek God first. Seek God. മുന്നമേ ദൈവത്തെ അന്വേഷിക്കുക. God's kingdom be your number one priority. Then in everything, by prayer and petition, thanksgiving, make your request known to God. Amen. All right. Now, in Luke chapter 12, verses 32 to 35. So you have your Bibles, you can turn, or Stephen will put it up on the screen. You can just read it. All right. Now, Jesus tells something else here, and I'll read it for you. I'll read it in English for you, then we'll also look at Malayalam. Fear not, little flock, for it is your Father's good pleasure to give you the kingdom. Sell your possessions and give it to the needy. Provide yourself with money bags that do not grow old, with a treasure in heavens that does not fail, where no thief approaches, no moth destroys. For where your treasure is, there will your heart also be. Stay dressed for action and keep your lamps burning. ഇവിടെ പറഞ്ഞ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് വിഷു കൊടുപ്പീൻ. കള്ളൻ അടുക്കുകയോ പുഴു കിടക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മണിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ അരകട്ടിയും വിളക്കത്തിയും. So here the Lord is really telling, make Christ your treasure. പറഞ്ഞു, make kingdom your first priority. Make God your first priority. എന്നാൽ ഇവിടെ ഇച്ചിരിയും കൂടി ഒരു going little more detail here, where the Lord is really telling that make Christ your treasure. ക്രിസ്തു നമ്മുടെ നിക്ഷേപം ആയി മാറട്ടെ. Okay, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു, that I may win Christ. ക്രിസ്തുവിനെ നേടേണ്ടത്. That I may win Christ, be found in him. ഫിലിപ്പിയൻസിൽ നമ്മൾ അത് വായിക്കുന്നുണ്ടല്ലോ. So Jesus is actually telling, be generous with our possessions and money. We can live without fear in this because we have a loving Father. We are investing into his kingdom. But നമ്മളിവിടെ കർത്താവ് ഒരു കാര്യം പറയുന്നു ഇവിടെ, something that really, but the Lord is really encouraging people to actually invest. Okay? He's really telling people to invest. Provide yourself with money bags that do not grow old, with a treasure in heaven that does not fail. അവിടെ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മനുഷ്യരുകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. So you guys need to make, or you're telling people, you make deposits, make investment into heaven's kingdom. See the Lord as your treasure. Then you don't have to worry. Otherwise, you're worried about thief breaking in, moth eating it. Maybe when the stock crashes, you fear everything you have earned or so far has gone down, or real estate goes down, your money goes down. Maybe so. None of these things are certain. I'm not suggesting that we should not have any of these things, but that shouldn't be a top priority. While you have these things, think about how much are you investing into God's kingdom. That's a sure foundation.
You can be secure. So the Lord is really telling here that make Christ your treasure. Which says where your treasure is, there your heart will also. So where do you park your wealth? അതൊരു വലിയ ചോദ്യമാണ്. Where do you park your wealth? നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ എവിടെ കൊണ്ട് വെക്കുന്നു, അവിടെ നിങ്ങളുടെ ഹൃദയം പോകും. I didn't say this. The Lord Jesus said, where you keep your treasure, your heart will follow the treasure. If Christ is your treasure, then your heart would naturally follow Christ. So make Christ your treasure. So, നമ്മൾ കാണുന്ന എല്ലാ ഇതിനെക്കാട്ടിലും make Christ your treasure. Very important that is. So, just think about those 4 things that we talked about here. Jesus said, don't be anxious about anything, but you pray with thanksgiving. പിന്നെ പറഞ്ഞു, you seek kingdom and the righteousness of God. So, antidote to anxiety, another one is actually put God first. All right, put God first. Then Jesus said, be content with today. Okay, just be content with today. നാളെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നെക്കുറിച്ച് ഒന്ന് സംതൃപ്തിയുള്ള. Just be happy with today. Today, good. God has taken care of everything. I'm glad. Tomorrow comes, the Lord is there. The Lord will take care. So that's an art that we need to develop. നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തേക്ക് ജീവിക്കുക. ഇന്നെക്കുറിച്ച് പറയും, ഇന്നത്തെക്കുറിച്ച് ചിന്തിക്കുക. Tomorrow is not in your hand. It's in the hand. അതുകൊണ്ട് the one who holds tomorrow, he holds my hand today. So that's the most important thing. He who holds tomorrow, I don't know about tomorrow. I just live from day to day. That's what the song says. But God is there. He holds our tomorrow. It's a matter of faith. And the 4th thing the Lord says here, make the Lord your treasure. Because where your treasure, your heart follows your treasure. So those are questions that we can really think about. Now, King David in Psalms 55 verse 22. So, ഇങ്ങനെ പറയുന്നുണ്ട് 55 സങ്കീർത്തനം 22 വാക്യത്തിൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. He said that cast your burden on the Lord and he will sustain you. He will never permit the righteous to be moved. He shall never suffer the righteous to be moved. Look at all those. Cast your burden upon the Lord. Psalmist David also wrote in Psalm 68 and verse number 19. And you walking വായിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, I'm not making this up. This is mentioned in the scriptures. 68 verse 19 says, blessed be the Lord who daily bears us up and our salvation. He is our salvation. Our God is a God of salvation. And to God, the Lord belong deliverance from death. So, നമ്മുടെ രക്ഷയായി ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the Lord who daily bears us up. Every day, God is bearing us up. He wants us to cast our burdens upon him. He is our sustainer. It is his good pleasure to give us the kingdom. Blessed be the God who saved us. He is our salvation. He has already delivered us from sin and death and has already given us the Holy Spirit as a seal of our inheritance that is to come. So, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കിക്കേ. Just put them all together. നാൾതോറും നമ്മളെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം. God who carries our burden daily. I mean, that's his job. And we are told to cast our burdens to the Lord and he will carry us. He is a sustainer.
നമുക്ക് രാജ്യം തരുവാൻ പ്രസാദം തോന്നിയ ദൈവം. He was pleased to give us the kingdom. Amen. He saved us. He gave us salvation. He's delivered us from sin and death. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും തന്റെ മരണത്താൽ നമ്മളെ രക്ഷിച്ചു നമ്മുടെ കർത്താവ്. He's already given us the Holy Spirit. Bible says as a guarantee of our inheritance. നമ്മുടെ അവകാശത്തിന് അച്ചാരമായ പരിശുദ്ധാത്മാവിനെ തന്ന് മുദ്രയിട്ടിരിക്കുക. So you've been sealed with the Holy Spirit. That seal says that I will take care of your future. Your inheritance, I will really take care. The question then is, why worry? നമ്മളിത് പറഞ്ഞു വന്നത് actually anxiety has its roots in pride. Okay, pride is opposite of humility, which is one of the powerful weapons, spiritual weapons that God wants us to use. They're interconnected. So why are we so worried? Why are we so anxious? Stand firm in your faith. Trust that the same God who has given us his only Son for your salvation will also provide the grace you need for today, tomorrow, for eternity. We have sure inheritance in Jesus Christ. So, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച അന്ന് ദൈവം അവനോടുകൂടെ സകലതും നൽകാതിരിക്കും. Amen. That God has given us Jesus Christ, who died on the cross for our sins. Will he also not give us grace for today, tomorrow, next week, next month, next year, and for eternity? Trust him. You know, when you really allow these truths to sink in, I don't think there's any room for anxiety. നമ്മുടെ ജീവിതത്തിൽ ഈ ആകുലതയും കൂടെ നടക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. I don't think God designed us to be warriors. നമ്മളിങ്ങനെ warriors ഇങ്ങനെ ദൈവത്തിന്റെ പ്ലാനിനകത്തുള്ള കാര്യം അല്ലത്. So പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ in 1 Peter chapter 5 verse number 6 says, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും. Amen. So humble yourself under the mighty hand of the Lord, that he may lift you up in due time. Amen. Cast all your burdens. See, humble yourself, therefore, under the mighty hand of God, that he may exalt you in due time. Verse 7 says, casting all your care upon him, because he cares for you. ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ നമ്മളോട് പറയുകയും. Amen. So look here, as we look at humility as a weapon. So the first point that I want to say here is ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം പറഞ്ഞത്, we must be humble to resist the devil. So I'm just applying this principle of humility as a spiritual weapon. So നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, so we must humble ourselves to resist it. So പിശാചിനോട് എതിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ we must humble ourselves to God. That's the only way we can stand against. So our same chapter verses 8 and 9, Peter is continuing by turning a spiritual battle against the devil. So ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നിർമ്മിതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ, നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് தெரியும். So look at verse 7 നിങ്ങൾ കണക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചു. He's already jumping into something very interesting. His adversary, the devil, is like a roaring lion. He's crawling around, seeking to devour. Okay, so so be sober, watchful. Your adversary, the devil, prowls around like a roaring lion, seeking someone to devour. To resist him, firm in your faith,
knowing that the same kind of sufferings are being experienced by your brotherhood throughout the world. So Peter says, be sober-minded and watchful. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. Okay? ഇവിടെ there are two humility-dependent imperatives. So he adds to the humbling yourself. So നമ്മളെ തന്നെ താഴ്ത്തുവിൻ എന്ന് പറഞ്ഞിട്ട് അതിനോട് രണ്ട് കാര്യങ്ങൾ ചേർത്ത് ആണ് പറയുന്നത്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. Okay, sober-mindedness. ഇവിടെ പറഞ്ഞു sober-mindedness. നിർമ്മതരായി. It means that we are well-balanced and self-control in how we approach our lives. So നമ്മുടെ ജീവിതത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം സമീപിക്കുമ്പോൾ നാം വിവേകപരമായും സ്വയം നിയന്ത്രണത്തിലുമായിരിക്കണമെന്നാണ് പത്രോസോട് പറയുന്നത്. Okay, that we are to be well-balanced, self-controlled in how we approach life. ജീവിതത്തെ സമീപിക്കുമ്പോൾ, ജീവിത യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുമ്പോൾ നാം വിവേകപരമായും സ്വയം നിയന്ത്രണത്തിലും ആയിരിക്കണം. ഇതാണ് ആ ഹ്യൂമിലിറ്റിയോടുകൂടെ ചേർന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആയിട്ട് മനസ്സിലാക്കിക്കോണം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. So we are not giving place to excess passion, rashness or confusion. We are not to. അപ്പൊ നമ്മൾ ആരും ആവശ്യത്തിലധികം ആവേശം കാണിക്കാനോ പെട്ടെന്ന് എടുത്തിയാടി ചെല്ലാനോ കൺഫ്യൂഷനിലേക്ക് പോകാനോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു മിതത്വം ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് ഇവിടെ പറയുക. സോ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ പത്രോസ് പറയുന്നത്, it would mean that we are not to be taken in by the world or distracted by the world. So don't be taken in by the world or distracted by this. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിലെ സംഭവവികാസങ്ങൾ, കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല, നമ്മൾ ആങ്ഷ്യസ് ആകേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്കോണമി ഇസ് വെരി ഡിഫറെന്റ്. God's economy is very different. God's plans are very different. God guides us differently. So we should not be like those who are excited and consumed with temporary and meaningless stuff that is just nothing but vapor. സ്വരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായി ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ഭയങ്കര ആവേശത്തോട് പോകേണ്ട ആളുകളല്ല ദൈവത്തിന്റെ മക്കൾ എന്നാണ് പത്രോസിയുടെ വാസ്തവത്തിൽ നമ്മളെ അഡ്മോണിഷ് ചെയ്യുന്നത്. Rather, we are those who set up our hope on grace of God. ദൈവത്തിന്റെ കൃപയിൽ, അവിടാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആശ കർത്താവിന്റെ കൃപയിലാണ്. So when tomorrow comes, grace will be extended towards me. The unmerited favor. നാളെ വരുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും വരുന്നത്, വലിയ നീഡായിരിക്കും വരുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ബുദ്ധിഹീനമായി ഉണ്ടാക്കുന്ന നീടിന്റെ കാര്യം. I'm not talking about something that we make, we fabricate, we create. No, due to foolish movement. But on the other side here, the Lord is really telling you, just say tomorrow brings troubles, but the grace is guaranteed. God will grant us His grace. നമ്മുടെ കർത്താവ് നമുക്ക് കൃപ നൽകും. The Lord will take care of us. It is something that the Lord wants us to think. Okay, so നിർമ്മതരായിരിപ്പീൻ. Then says watchful, ഉണർന്നിരിപ്പീൻ. So നമ്മൾ humble yourself. ദൈവസന്നിധി താഴ്ന്നിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഒന്ന്, be sober. അടുത്തോട് പറഞ്ഞിരിക്കുന്നു be watchful, ഉണർന്നിരിപ്പീൻ. You are constant in readiness and that you are on the alert. So നമ്മളെ കുറിച്ച് പറയുക, നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് അലേർട്ട് ആയിട്ടിരിക്കണം, റെഡി ആയിട്ടിരിക്കണം. നമുക്കറിയാം ആ ചിന്ത
that being ready, being alert, that idea has been, you would see that spread all over the New Testament. The Jesus speaks of them. Matthew 24, 25, 26, Acts 20, 1 Corinthians 16, 1 Thessalonians 5, 6, Revelation chapter 3, verse number 2, 16, 15. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. These are commands given repeatedly throughout the New Testament about being alert. ഉണർന്നിരിപ്പാൻ നമ്മൾ പറയുന്നുണ്ട്. So we need to live in a constant readiness for the Lord's appearing. So ഇതാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ സഭയിൽ ചിന്തിച്ചിരിക്കുകയാണ്. So waiting for the Lord's appearing, be alert for his coming. So living in a way that shows that we are ready for the master to return, not piddling around with the stuff of this world, not presuming upon God's grace. So ഇവിടെ നമ്മൾ ലോകത്തിലെ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട്, ചോയ്സുമായിട്ട് കളിച്ചു നടക്കുന്ന ആളുകളെ പോലെ അല്ല. ഓക്കെ, നമ്മള് ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കുന്ന ആളുകളുമല്ല. We are in a constant readiness for the Lord Jesus to come and return. യേശു വരുന്നതിനെ പറ്റിയുള്ള ഒരു അലേർട്ടിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഹംബിൾ ആയിട്ടിരിക്കുന്നത്. So when he says being humble really means അതിനകത്തൊരു ആക്റ്റീവ് പാർട്ട് ഉണ്ടായിരിക്കണം. ഒന്ന് being sober, the other one is you're also an alert. So this is something the Lord expects even as you sit in humility. So humility എന്ന് പറഞ്ഞാൽ പോയിരുന്ന് മിണ്ടാതിരുന്ന് ഉറങ്ങുന്നുള്ളതിനർത്ഥം. No, there are some active elements God expects from us. So the foundational attitude of humility leads to being sober-minded and watchful. So അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So foundational attitude of humility is being sober-minded and watchful. So നിർമ്മതരായിരിക്കുവാനും പിന്നെ എന്ത് ചെയ്യുക, നിരീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാനുമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Whereas pride, നമ്മുടെ അഹങ്കാരം, സ്വയത്തിലുള്ള ആശ്രയം എന്നൊക്കെ പറയുന്നത്, it causes us to care about things and to forget who and what we are living for. So think about, just care about the wrong things. തെറ്റായ കാര്യങ്ങളെ കുറിച്ച് വറി ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൈഡ് നമ്മളോട് പറയുന്നത്. ദൈവത്തെ കൂടാതെയുള്ള ആ ഓപ്പറേഷൻ എന്ന് വിചാരിച്ചാൽ മതി. That really tells us that, wrong things. We are worrying about unnecessary things. Very, very unnecessary things. എന്നിട്ട് it makes us forget who and what we are living for. എന്തിനു വേണ്ടിയാണെന്നും ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ആ കാര്യം നമ്മളെ മറക്കുവാൻ അനുവദിക്കുകയാണ്. When you are really focusing on things of this world. That's what pride does. നല്ലൊരു പണിയാണ് ചെയ്യുന്നത്. ഞാൻ ആരാണ്? Who am I? Whose am I? ഞാൻ ആരുടെ വകയാണ്? ഞാൻ ആരാണ്? ഞാൻ ആരുടെ വകയാണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അത് നമ്മളെ മറക്കുവാൻ അനുവദിക്കുക. We forget those things. അതുകൊണ്ട് നമ്മൾ പറയുന്നത് cast your eyes on things above. അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചോണം. Things above. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മുടെ മനസ്സതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവിടെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ആരാണെന്നും ഞാൻ ആരുടേതാണെന്നും ഞാൻ എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്നും എന്ന് എന്നെ മറക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ റബ്യൂക്ക് ചെയ്യുന്നു പ്രാർത്ഥന. I want to know who I am. പൗലോസ് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. താൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയാം. I know whom I believe. And I'm persuaded that he is able to keep that which I have committed to him until that day.
ഞാൻ ആരെ വിശ്വസിക്കുന്നു? അവൻ എൻ്റെ ഉപനിധി അന്ത്യം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. See, that gives you a comfort knowing that God is in control. Hallelujah. The days are short, and it is a heart of wisdom that remains sober-minded and watchful. A heart of wisdom. കർത്താവേ, എൻ്റെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ. Give me a heart of wisdom that I may count my days right. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നതാണ്. Lord, give me a heart of wisdom that I may count my days right. So always remember, we are at war with the powers of darkness. And we need to have that kind of a mentality in our lives. We must come humbly under the authority of God. And we must stay alert, watching over our own lives and doctrine, because we know how quickly our hearts wander from God and from the trust in His word. നമ്മൾ പാടുന്നൊരു ഹിമ്മുണ്ടല്ലോ, prone to wander, Lord, I feel it. Prone to leave the God I love. കർത്താവേ, തെറ്റിപ്പോകാൻ ഭയങ്കര ചാൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വിട്ടേച്ച് പോകാനുള്ള എന്തോ ഒരു ടെൻഡൻസി എൻ്റെ അകത്ത് ഉണ്ട് എന്ന് തിരിച്ചറിയണം. എന്നെ ഡീറെയിൽ ചെയ്യുവാൻ I will not allow anything to derail me. That should be our cry every single day. Always remember, devil is our adversary. നമ്മുടെ ശത്രുവാണ് പിശാച്. See, this really means that he is our accuser. നമുക്കിവിടെ കുറ്റം പറയുന്ന ആളാണ് പിശാച്. ഒരു കോടതി കേസിൽ, like a plaintiff in a lawsuit. This is how enemies, അവനാണ് വാദി. He is the one who slanders us and accuses us. And he is going about prowling, going here and there, looking for someone to completely destroy. പിശാചിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മളെ എങ്ങനെയെങ്കിലും മുടിപ്പിക്കുവാൻ, എങ്ങനെയെങ്കിലും തകർക്കുവാൻ, വിഴുങ്ങുവാൻ എന്നാണ് ഉപയോഗിക്കുന്നത്. വിഴുങ്ങുവാൻ, trying to devour. So he prowls around, ചുറ്റി നടക്കുക, ആരെ കിട്ടുമെന്ന്. So always remember, Satan is on the look. He destroys us when he lures us away from the grace of God. So ദൈവകൃപയിൽ നിന്ന് നമ്മളെ ഒന്ന് വലിച്ചു മാറ്റാൻ അവന് കഴിഞ്ഞാൽ നമ്മളെ he will crush us. When he gets us to go back to our sin and to the world and its ways. So നമ്മുടെ പാപത്തിലേക്കും ലോകത്തിന്റെ വഴിയിലേക്കും ലോകത്തിന്റെ സ്റ്റൈലിലേക്കും ലോകത്തിന്റെ ഡിപ്പെൻഡൻസിലേക്കും ലോകത്തിന്റെ കെയറിലേക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോയിട്ട് കഴിഞ്ഞാൽ ദൈവകൃപയിൽ നമ്മൾ ദൈവകൃപയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, when you are away from the grace of God, you get closer to the world. That's the equation. When you are away from the grace of God, you will get closer to the things of this world, the ways of this world, the philosophies of this world. അതൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. So he destroys us when he entices us in our pride to reject the word of God, because we think our own wisdom is more reliable. പിശാചിന് അത്ര ചിന്തിച്ചാൽ മതി. അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കും. ദൈവസേനയ്ക്ക് കൊണ്ടുവരേണ്ട വിഷയമൊന്നുമില്ല. അതൊക്കെ ദൈവം, അത് സൺഡേ. You just take that on Sunday, take it to the Lord on Sunday. Just go there to worship God, pray, sing, pay your offering and come. This is investment thing. This is where you can make a living. This is where you can advance in your career. Listen to the experts. ഇതൊക്കെ പറഞ്ഞ നമ്മളിലേക്ക് വരുന്നത്. And we forget the fact that the wise God, the omniscient God,
is there with grace, and he will guide you. If Satan can get your eyes off of him, then you learn to trust yourself. സങ്കീർത്തനക്കാരൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. The prophets want to say that do not lean on your own understanding. Consider the Lord in all your ways, and he will make your path straight. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Satan really wants us to think we are smart. We are smarter than God. So we don't consult God. We don't seek him first. He's our last resort. എന്നാ ഇനി പ്രാർത്ഥിച്ചു നോക്കാം. So brothers and sisters, we have to really give attention to what the Bible says. So let's look at how the progression develops. ഇതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. So this is how it goes. നമ്മുടെ അഹങ്കാരം നമ്മെ ചിന്താകുലത്തിലേക്ക് നയിക്കും. That's stage 1. So when you are proud, then you worry. So നമ്മൾ അഹങ്കാരത്തിൽ വരുമ്പോൾ, അഹങ്കാരം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, you don't consult God. God is no more in the reference. He's not in the equation. That's what it says. You're just pride. You're proud. So it leads you, and the root out of anxiety sets in. Then അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്, then the cares of this world weigh you down. ഈ ലോകത്തിന്റെ ചിന്തകൾ മനസ്സിനെ ഇടിക്കുന്നു, മനസ്സിനെ താഴ്ത്താൻ തുടങ്ങും. So this is മനസ്സിടിയുന്നത് എങ്ങനെയാ? Pride brings anxiety. When you are proud, anxiety will come. The worry will come. So worry automatically വരും. And then അതോടുകൂടി വരുന്ന സാധനമാണ് cares of this world started weighing you down. ഇങ്ങനെ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു, ഇതാ വിഷയം. Too much thinking about it. And then look at the progression. മനസ്സ് വയ്യെ താഴാൻ തുടങ്ങും, ഭയങ്കര ഹെവിയാ. Because your subject matter is real heavy. You're thinking about so many things, which God only has the answer, and you're trying to find the answer, so your heart actually weighs down. So next step എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, in your anxiety you begin to act in confusion instead of self-control and balance, and then you lose your spiritual alertness as you have been completely diverted. So you're anxious. When you're anxious, you begin to act in confusion instead of self-control. So സ്വയ നിയന്ത്രണമൊക്കെ പോയി, self-control പോയി, confusion take over ചെയ്തു, and then spiritual alertness എവിടെയോ നഷ്ടപ്പെട്ടു പോയി. കംപ്ലീറ്റ്ലി നമ്മൾ ഡൈവേർട്ട് ചെയ്യപ്പെട്ടു. സോ ആകാംക്ഷതയിൽ നാം സ്വയനിയന്ത്രണവും സന്തുലതയും വിട്ട് സംഭ്രമത്തോടെ പെരുമാറാൻ തുടങ്ങും. തുടർന്ന് നമ്മുടെ ആത്മീയ ജാഗ്രത നഷ്ടപ്പെട്ട് നാം പൂർണ്ണമായി വ്യതിചലിച്ചു പോകും. We get completely diverted. Then you look at that, അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഡൈവേർട്ട് ചെയ്ത് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ഇപ്പൊ ഇല്ല, കംപ്ലീറ്റ്ലി ഹൃദയം വെയ് ഡൗൺ ചെയ്തു, കൺഫ്യൂഷൻ സെറ്റ് ഇൻ ചെയ്തു. ഇവിടാണ് നമ്മൾ മോസ്റ്റ് വൾണറബിൾ, മോസ്റ്റ് സസെപ്റ്റബിൾ ടു അറ്റാക്ക്. ഏറ്റവും അധികം ആക്രമണ വിധേയമാകാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. Satan wants to come and tempt your pride, casting doubt on God's love for you and his care for you. So പിശാച് വന്നേച്ച് നമ്മുടെ അഹങ്കാരത്തെ പരീക്ഷിക്കും. നിന്നോടുള്ള ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും
സംശയം വിതയ്ക്കും നമ്മുടെ ഉള്ളിൽ. Does God really care for you? Does he love you? Do you think he cares and he has the power to take care? സോ നമ്മൾ ദൈവത്തിന് പുറം കാട്ടി സ്വന്തം കഴിവിലേക്കും പദ്ധതികളിലേക്കും തിരിയുവാൻ നമ്മളെ ആര് പ്രലോഭിക്കും? പിശാചു പറയും. The Satan will say, don't trust this God. Don't believe he cares for you. നമ്മൾ വേണം ഇവിടെ വിശ്വസിക്കും. You may believe intellectually that God loves you and cares for you. പക്ഷെ ഇവിടെ വിശ്വസിക്കുന്നത്, you don't, 18 inches deep down here, you and I don't believe that God can and God will do it for you. So the devil will put this thought into your heart, make you think you can secure your own future through your own wisdom and resources. നിനക്കതിന് കഴിവുണ്ടോ? നിനക്കതിനുള്ള റീസോഴ്സസ് ഉണ്ടോ? സ്വന്തം കഴിവിൽ ആശ്രയിക്കാനുള്ള ടെംപ്റ്റേഷൻ പിശാച് കൊണ്ടുവരും. അത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ റിമെമ്പർ, നിന്നെ വിഴുങ്ങിക്കഴിഞ്ഞു. ഹി ഹാസ് ഡിവോർഡ് യു. ആരെ വിഴുങ്ങേണ്ടത്? ഹി ഈസ് ജസ്റ്റ് സ്ക്രോളിംഗ് അറൗണ്ട് ടു ഡിവോർ. നമ്മളെ ആണെങ്കിൽ പിശാചി ഈ സിംഹം വിഴുങ്ങാന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരിച്ചു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ലയൺ ഡിവോറിംഗ് us? Something like lion is like a lion. He's not a lion. He's like a lion roaring. So what lion devouring us really means spiritually? This is exactly. There's no more trust in God. You trust in yourself. You worry. Heart is way down. You got derailed. There's no spiritual direction anymore. So you are devoured right now at this point, as you are a helpless sheep that was wandered away from the flock and from the shepherd. ഇടയന്റെ അരിക്കിൽ നിന്നും ആട്ടിൻകൂട്ടത്തിൽ നിന്നും തെറ്റിമാറി ഒറ്റയ്ക്ക് പോകുന്ന ഒരാടിനെ പോലെ തീർന്നു, സർവ്വതും അവസാനിച്ചു. You are most vulnerable to be attacked by the enemy. You become an easy prey. വളരെ വേഗത്തിൽ നമ്മളെ വിഴുങ്ങാൻ പിശാചിന് കഴിയും. So if your heart is too attached to this world, then suffering comes. When suffering comes, it will be easy for the devil to lure you away. So ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഈ ഭൂമിയിലെ കാര്യങ്ങളോട് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് എങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മളെ പിടിച്ചോണ്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. സഫറിങ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ദൈവാശ്രയം പോകും. One of the things that I have noticed when I talk to people, പലരോട് ചോദിക്കണം, മനസ്സിലാക്കിയൊരു വലിയ സത്യം എന്ന് ചോദിച്ചാൽ, പല ആളുകളുടെയും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് they serving God so that everything should go well. I should have good job, good income, good business, good health. Children should have good education, good future. സമയത്ത് അവരെ കെട്ടിക്കണം, കാര്യങ്ങൾ നടക്കണം, കാര്യങ്ങളെല്ലാം നടക്കണം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. Nothing. Then I'll come to church, I'll pray, I'll do all those things needed. But you love the world more than God. Kingdom is not your priority. പക്ഷെ come to church, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ സന്തുലനാവസ്ഥ, ഈ ഇക്വിലിബ്രിയം will not last for a long time. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടിളക്കുന്നു, തമ്പുരാൻ കൂടിളക്കുന്നു. When suffering begins to come, you cannot survive. It's a very good opportunity for the devil to lure you away. നമ്മളെ വലിച്ചോണ്ട് പോവാം, ദൈവ കൃപയിൽ നിന്ന് പോലും വലിച്ചോണ്ട് പോവാം. You could still come to church, but not trust in God, no faith in God. വന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും? പോയേക്കാം. പക്ഷെ അങ്ങനെ വന്ന് ഇരിക്കുന്ന ആളുകള് ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പുറമേ നോക്കിയാലെങ്കിലും ഉപദേശിവനാ ഞങ്ങൾക്ക് കണ്ടറിയാം, ഒരു എക്സൈറ്റ്മെന്റും ആ ജീവിതത്തിന് ഇല്ലെന്ന് പറയാൻ കഴിയും. They are not there. ഒന്ന് പാടാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ
ആരാധിക്കാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിൽ ആളുകൾ മാറിപ്പോവുകയില്ല. അവിടെ ഒരു വിജയമില്ല. സ്പിരിച്വലി ഭയങ്കര ഡിസ്റ്റന്റാ. They are pawns in the hand of Satan. പിശാചിന്റെ കയ്യിൽ ഇങ്ങനെ തുറുപ്പിട്ടായിട്ടിരിക്കുക. Make sure your heart is not attached to the world. നമ്മുടെ ഹൃദയം ലോകത്തോട് അറ്റാച്ച്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് അതോട് യോഹന്നാൻ പറയുന്നത്. It's an enmity. Love of the world is enmity with God. I said, you can still come to church, but you love the world more than we love God. All it takes is just one incident, one sickness, you're shattered into pieces. But when you humbly recognize God's sovereignty, you can face suffering as you throw your life upon His good purpose, knowing that the real reward is what awaits you. ഇവിടാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, ഹംബിൾ യുവർസെൽഫ്, ഹ്യൂമിലിറ്റിയിലേക്ക് വരുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ, കർത്താവേ, ഈ ഭൂമിയിൽ ഉള്ള ആരോഗ്യമോ, ഈ ഭൂമിയിലുള്ള നന്മയോ, ഈ ഭൂമിയിലുള്ള പ്രോസ്പെരിറ്റിയോ ഒന്നുമല്ല. എൻ്റെ പ്രതിഫലം ഉയരത്തിലാണ്. മൈ റിവാർഡ് ഇസ് ഇൻ ഹെവൻ. ആ ദിവസം എൻ്റെ കർത്താവ് എനിക്ക് അത് നൽകും. സോ യു ആർ ലുക്കിംഗ് ഫോർവേഡ്, നോട്ട് ഹിയർ. ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ അത് ബോണസ് എന്ന് വിചാരിച്ചാൽ. Shoot for the sky. Shoot for the stars. അവിടാണ് നമ്മുടെ eternity. I always say, as you പറഞ്ഞതുപോലെ, devil has always wanted to bring accusation against us. യോബിനെ പറ്റി പറയുന്നുള്ളൂ. Job 1:7 says, now there was a day when the sons of God came to present themselves before the Lord, and Satan also came among them. Job 1:7. The Lord said to Satan, from where have you come? Satan answered the Lord and said, from going to and fro on earth. And from walking up and down on it. സാത്താൻ ചോദിച്ചപ്പോൾ മറുപടി ദൈവത്തോട് പറഞ്ഞു, യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, walking to and fro. Then the Lord points out to Job. He points out Job to Satan. So പിശാചിന് യോബിനെ കാണിച്ചു പറയാ, ശ്ലാഘിച്ച് കർത്താവ് സംസാരിക്കുക. He is talking great things about Job. Satan immediately makes an accusation against Job, especially Job's faith. യോബിന്റെ വിശ്വാസത്തിനെതിരെ ഒരു കുറ്റാരോപണം ചെയ്യുക. Always remember, like with Job, യോബിന് സംഭവിച്ച പോലെ, the devil thinks that he can bring suffering into your life in order to disprove the genuineness of your faith. So പിശാച് സത്യം പറഞ്ഞാൽ അതിനുശേഷം യോബിനോട് ചെയ്തത് മുഴുവൻ, ആ സഫറിങ് മുഴുവൻ കൊണ്ടുവന്ന ഒറ്റ പോയിന്റോളും, just to disprove the genuineness of your faith. ആ വിശ്വാസത്തിന്റെ ആ തനിമ ഇല്ലാതാക്കി തീർക്കുവാൻ, അത് ശരിയായിട്ടുള്ളതല്ല, വ്യാജമാണെന്ന് വരുത്തി തീർക്കുവാൻ സഫറിങ് കൊണ്ടുവന്ന് അതിനകത്തോട് നമ്മളെ പാളം തെറ്റിക്കാൻ പിശാച് ശ്രമിക്കുക. We are concerned with ourselves. നമ്മൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ, നമ്മളെക്കുറിച്ച് മാത്രം too much worry ചെയ്യുന്ന ആളുകളാണെങ്കിൽ, suffering will shatter our faith. നമ്മളെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയും. നമ്മുടെ in our pride, we don't want to suffer or experience the rejection of the world. We want to be liked. We want to be wealthy. In short, we want to create a life on this earth that is most pleasing to us. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത്, കുഴപ്പമില്ലാത്ത, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനുള്ള നമ്മുടെ ആ വലിയ ആഗ്രഹം, അതാണ്
നമ്മുടെ അഹങ്കാരത്തിൽ വാസത്തിൽ നടക്കും. നമുക്ക് ആർക്കും we don't want to suffer anything. We don't want to suffer anything. We don't want to experience rejection by the world. ലോകത്തിന്റെ റിജക്ഷൻ, no, I cannot take that. അങ്ങനെയുള്ള ഇഷ്ടംപോലെ വിശ്വാസികളില്ലയോ? But if you are humble, we will learn to respond like Job, who in the end, and അവസാനം പറയാൻ ഒരു ഒത്തിരി ടെൻഷനുകൾ പോയിട്ട് towards the end, he recognized the sovereign rule of God and repented of his sin. എന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ സർവാധിപത്യം മനസ്സിലാക്കി വെച്ച് തന്നെത്താൻ ദൈവത്തോട് ഏറ്റുപറയും നമ്മൾ കാണുന്നു. With that, I will close. This is 42nd chapter of the book of Job. അതിന്റെ 1 മുതൽ 6 വരെ വാക്യങ്ങൾ ഇങ്ങനെയാണ്. അത് വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുക. അതിന് യോബ്, so always remember, humility is the starting point of spiritual warfare. അത് പറയാൻ ആ ഭാഗത്തിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. Humility is the starting point of spiritual warfare. So ഈ ആത്മീയ പോരാട്ടത്തിൽ, യുദ്ധത്തിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ ആ ഡിഫൻസ്, ആദ്യം നമ്മൾ എടുക്കുന്ന ആ ഡിഫൻസ് എന്ന് പറയുന്നത്, ആ ആയുധം അല്ലെങ്കിൽ ഒഫെൻസീവ് എന്ന് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ഹ്യൂമിലിറ്റി. അതിന് യഹോവയുടെ ഉത്തരം പറഞ്ഞു, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചന മറിച്ചു കളയും. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നു, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. The Job replied to the Lord, I know that you can do anything and no one can stop you. You asked, who is this that questions my wisdom with such ignorance? It is I. And I was talking about all things I knew nothing about, things far too wonderful for me. You said, listen and I will speak. I have some questions for you and you must answer them. I had only heard about you before, but now I have seen you with my own eyes. I take back everything I said, and I sit in dust and ashes to show my... See, Avadana, that's where the turnaround has really taken place. Spiritual battle, Job was winning from that point onwards, when we humbled himself in the presence of God. Hallelujah. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. I'm just going to stop here. As I was preparing, God was speaking to my heart. We always think that we know better, we are smart. But the truth is, we can simply humble ourselves and trust in God. We will win every battle. Let's stop worrying about tomorrow. Let's not give pride an opportunity for the devil to tempt you. When pride comes, there comes worry. Anxiety follows. Heart weighs down. You lose your focus, confusion sets in. You lose your direction. You can't hear spiritual voice. You're like a sheep wandered away from the shepherd and the flock. That's where enemy devours you. ഇന്ന് രാത്രി ആ പിശാചിന്റെ വായിലാണെന്ന് ചിന്തിച്ചാലും, tonight if you're willing to repent, you will have a journey. Tell the Lord, cry out. കർത്താവിനോട് പ്രാർത്ഥിക്കോ, പ്രാർത്ഥിച്ചോലെ പ്രാർത്ഥിക്കും. കർത്താവ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോയി. I thought I was smart. I thought I could do things. I thought I had the answer. But Lord, here I am. I humble myself. I humble myself. I take back. അറിഞ്ഞുകൂടാതെ പറഞ്ഞുപോയി കർത്താവേ, ക്ഷമിക്കണേ. Lord, here I am. ഞാൻ എന്നത്തിനെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. I sit in ashes, dust and ashes. Show my repentance because I relied on myself. Forgive me, Lord. That's where Job began to move forward.
As you come to the close of the year, 2024 is just passing. This is the last Wednesday night Bible study for this year. Actually, this is a topic that we probably will take a few more sessions in the new year to come. May the Lord speak to our hearts. Let's get rid of all our anxiety and worry. Let's pray for things instead of worrying. Let's put God first. Think one day at a time. Just one day at a time. Make the Lord your treasure. And that be some of our resolutions as we say bye-bye to 2024 and a fresh start in the year to come.